ഇനി 100 ന്യൂസിലേക്കാണ് ആദ്യം പ്രധാന വാർത്തകൾ. പുത്തൻ പ്രതീക്ഷകളുമായി പുതുവർഷത്തെ വരവേറ്റ് ലോകം. പസഫിക് സമുദ്രതീരത്തെ ദ്വീപ് രാഷ്ട്രമായ കിരിബാസിലാണ് പുതുവർഷം ആദ്യം പിറന്നത്. കർശന നിയന്ത്രണങ്ങൾക്കിടയിലും പുതുവത്സരം ആഘോഷിച്ച് രാജ്യ തലസ്ഥാനം. പുതുവർഷത്തെ വരവേറ്റ് മലയാളികൾ. സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ വൻ ആഘോഷ പരിപാടികൾ. പാപ്പാഞ്ഞിയെ കത്തിച്ച് പുതുവർഷത്തെ വരവേറ്റ് കൊച്ചി. ശംഖുമുഖം, കോവളം ബീച്ചുകളിൽ വിപുലമായ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. കോഴിക്കോട് ബീച്ചിൽ പുതുവത്സരത്തെ വരവേൽക്കാനെത്തിയത് ആയിരങ്ങൾ. പാൻ കാർഡ്, ആധാർ ലിങ്കിംഗ് പൂർത്തിയാക്കാത്ത പൗരന്മാർക്ക് ഇന്നു മുതൽ ബാങ്കിംഗ്, സർക്കാർ സേവനങ്ങളിലേക്കുള്ള ആക്സസ് പരിമിതപ്പെടുത്തും. നികുതി റിട്ടേണുകൾ സമർപ്പിക്കൽ, റീഫണ്ടുകൾ സ്വീകരിക്കൽ തുടങ്ങിയവ അവശ്യ സേവനങ്ങൾ തടസ്സപ്പെടുമെന്ന് മുന്നറിയിപ്പ്. 8ാം ശമ്പള കമ്മീഷൻ പ്രാബല്യത്തിൽ വരും. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും അവരുടെ ശമ്പളത്തിലും പെൻഷനിലും ഇന്നു മുതൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. സ്മാർട്ട് സിറ്റി ഇലക്ട്രിക് ബസ് വിവാദം ചർച്ചയാക്കാൻ BJP. വിഷയം നഗരസഭാ കൌൺസിലിൽ ചർച്ചയാക്കാനാണ് തീരുമാനം. KSRTC നഗരപരിധിക്ക് പുറത്ത് സർവീസ് നടത്തുന്നതിൽ കരാർ ലംഘനമുണ്ടെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മേയർ VV രാജേഷ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SIT തന്റെ മൊഴിയെടുത്തത് രഹസ്യ കേന്ദ്രത്തിലായിരുന്നില്ലെന്ന് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. മൊഴി രേഖപ്പെടുത്തിയത് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് വെച്ച് MLA ബോർഡ് വെച്ച് സ്ഥിരം കാറിലാണ് എത്തിയതെന്നും കടകംപള്ളി സുരേന്ദ്രൻ. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കടുത്ത നിലപാടെടുത്തത് പാർട്ടി യോഗങ്ങളിൽ നടന്ന രൂക്ഷമായ വിമർശനത്തെ തുടർന്ന്. വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയ പരാമർശങ്ങൾക്കും മുഖ്യമന്ത്രിയുമായി ഒന്നിച്ചുള്ള കാർ യാത്രയ്ക്കുമെതിരെ CPI യോഗങ്ങളിൽ ഉയർന്നത് വലിയ വിമർശനം. പാർട്ടിക്കകത്തെ എതിർവികാരം കണക്കിലെടുത്താണ് വെള്ളാപ്പള്ളിക്കെതിരെ കടുത്ത നിലപാടുമായി രംഗത്ത് വരാൻ ബിനോയ് വിശ്വം നിർബന്ധിതനായത്. കാസർഗോഡ് കാട്ടുപന്നി ബൈക്കിന് കുറുകെ ചാടി യാത്രക്കാരന് പരിക്ക്. ദേലമ്പാടി സ്വദേശി അഖിൽ C രാജുവിനാണ് പരിക്കേറ്റത്. ഇന്നലെ രാത്രിയിൽ ദേലമ്പാടിയിൽ വെച്ചാണ് അപകടം. കോട്ടയത്ത് വാഹനാപകടത്തിൽ ദേവസ്വം ബോർഡ് ജീവനക്കാരൻ മരിച്ചു. രാമപുരം സ്വദേശി ചന്ദ്രശേഖര മാരാറാണ് മരിച്ചത്. പക്ഷിപ്പനിയെ തുടർന്ന് ആലപ്പുഴയിൽ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ നീക്കി. ഹോട്ടലുകളിൽ ചിക്കൻ വിഭവങ്ങൾ വിൽക്കാം. കോഴി, താറാവ്, കാട എന്നിവയുടെ മാംസം, മുട്ട എന്നിവ വിൽക്കാനും അനുമതി നൽകി. കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കേരള യാത്ര ഇന്ന് കാസർഗോഡ് ആരംഭിക്കും. മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയവുമായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരാണ് ജാഥ നയിക്കുന്നത്. ഉള്ളാൾ സയ്യിദ് മദനി മഖാമിൽ വെച്ച് യാത്രയുടെ പതാക കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് കൈമാറും. വൈകിട്ട് 5-ന് ചെർക്കളയിൽ പൊതുസമ്മേളനം നടക്കും. നോക്കാം കേരളത്തിലെ പ്രധാന വാർത്തകൾ. ശബരിമല സന്നിധാനത്ത് കർപ്പൂര ദീപം തെളിയിച്ച് പുതുവത്സരാഘോഷം. ADGP S ശ്രീജിത്തിന്റെ നേതൃത്വത്തിലാണ് കർപ്പൂര ദീപം തെളിയിച്ചത്. ഇന്നലെ മാത്രം സന്നിധാനത്ത് ദർശനം നടത്തിയത് 86,000 പേർ. എറണാകുളം കുറുപ്പമ്പടിയിൽ വാഹനാപകടം. നിയന്ത്രണം വിട്ട കാർ ബൈക്കിന് പിന്നിലിടിച്ച് ബൈക്ക് യാത്രക്കാരന് ദാരുണാന്ത്യം. ചെറുവട്ടൂർ കല്ലേക്കാട്ട് വീട്ടിൽ ബിജു ആണ് മരിച്ചത്. 5ാം ലോക കേരള സഭയോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനത്തിന്റെയും ഓപ്പൺ ഫോറത്തിന്റെയും നടത്തിപ്പിനായി സംഘാടക സമിതി രൂപീകരിച്ചു. ജനുവരി 29-ന് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ജനുവരി 30-നാണ് ഓപ്പൺ ഫോറം. മലപ്പുറം കൂട്ടിലങ്ങാടിയിൽ കടലുണ്ടിപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് അമ്മയും മകനും മരിച്ചു. തിരുവനന്തപുരം സ്വദേശി സിബിന, മകൻ മുഹമ്മദ് സിയാൻ എന്നിവരാണ് മരിച്ചത്. 3 പേരെ രക്ഷപ്പെടുത്തി. എറണാകുളം സെന്റ് ആൽബർട്ട്സ് ഹൈസ്കൂൾ SPC ക്രിസ്മസ് ക്യാമ്പിന്റെ ഭാഗമായി ശുഭയാത്ര കമ്മ്യൂണിറ്റി പ്രോജക്ട് സംഘടിപ്പിച്ചു. SPC കൊച്ചി സിറ്റി ADN O സൂരജ് കുമാർ വിദ്യാർത്ഥികൾക്ക് ലീഫ്ലെറ്റ് നൽകി പ്രോജക്ട് ഉദ്ഘാടനം ചെയ്തു. പൊതുനിരത്തുകളിൽ യാത്രക്കാർക്ക് ബോധവൽക്കരണം നൽകിയും ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്നവർക്ക് പാരിതോഷികങ്ങൾ നൽകിയും പ്രോജക്ട് വിജയകരമായി നടപ്പിലാക്കി. പ്രധാനാധ്യാപകനായ ജോസഫ് സെൻ, അധ്യാപകരായ സാംസൺ ജോസഫ്, അനില കാർമലിൻ എന്നിവർ നേതൃത്വം നൽകി. സംസ്ഥാന പോലീസ് സേനയുടെ പുതിയ വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് ഇന്ന് നടക്കും. ഉച്ചയ്ക്ക് 12:45-ന് SAP പരേഡ് ഗ്രൗണ്ടിൽ നടക്കുന്ന ചടങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും.
മലപ്പുറം ചുങ്കത്തറയിൽ കുഴിയിൽ ഒളിപ്പിച്ചിരുന്ന 34 ലിറ്റർ അനധികൃത മദ്യം എക്സൈസ് പിടികൂടി. ചുങ്കത്തറ സ്വദേശി ബേബിയെ എക്സൈസ് അറസ്റ്റ് ചെയ്തു. അസം സ്കിൽ ഡെവലപ്മെന്റ് മിഷൻ ഡയറക്ടർ നോർക്ക റൂട്ട്സ് ആസ്ഥാനം സന്ദർശിച്ചു. ഡോക്ടർ MS ലക്ഷ്മിപ്രിയയാണ് തിരുവനന്തപുരത്തെ നോർക്ക റൂട്ട്സ് ആസ്ഥാനം സന്ദർശിച്ചത്. പ്രവാസികൾക്കായി നടപ്പിലാക്കുന്ന പദ്ധതികളും വിദേശ തൊഴിൽ നിയമ സംവിധാനങ്ങളും പഠിക്കുന്നതിന്റെ ഭാഗമായാണ് സന്ദർശനം. കോഴിക്കോട് പരുത്തിപ്പാറയിൽ യുവതിയെയും കുഞ്ഞിനെയും ഭർത്താവിന്റെ വീട്ടിൽ കയറ്റാത്ത സംഭവത്തിൽ ഇടപെട്ട് മനുഷ്യാവകാശ കമ്മീഷൻ. അടിയന്തര നടപടി സ്വീകരിക്കാൻ ഫറൂഖ് ACPക്കും ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർക്കും നിർദ്ദേശം. ചേളാരി സ്വദേശിയായ യുവതിയുടെയും കുട്ടിയുടെയും ദുരവസ്ഥ പുറത്തു കൊണ്ടുവന്നത് 24. മാക്ട ഈ വർഷം മുതൽ മലയാള സിനിമകൾക്കായി പുരസ്കാരം ഏർപ്പെടുത്തുന്നു. അഭിനേതാക്കൾക്കും നിർമ്മാതാവിനും സംഗീത വിഭാഗത്തിനും പ്രധാന സാങ്കേതിക വിഭാഗങ്ങൾക്കും ഉൾപ്പെടെയാണ് പുരസ്കാരം നൽകുക. ചെയർമാൻ ജോഷി മാത്യുവിന്റെ അധ്യക്ഷതയിൽ നടന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലാണ് തീരുമാനം. ശബരിമല സ്വർണ്ണക്കൊള്ള CBI അന്വേഷിക്കണമെന്ന് തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന ചീഫ് കോർഡിനേറ്റർ അഡ്വക്കേറ്റ് VS മനോജ് കുമാർ. സെക്രട്ടേറിയറ്റിന് മുന്നിലെ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മനോജ് കുമാർ. ഇനി പ്രധാന അറിയിപ്പുകൾ. കേര പദ്ധതിയുടെ ഭാഗമായുള്ള കർഷക ഉൽപാദക വാണിജ്യ സംഘങ്ങളിൽ താൽപ്പര്യമുള്ള ഫാമർ പ്രൊഡ്യൂസർ കമ്പനികളുടെയും വാണിജ്യ കമ്പനികളുടെയും അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള തീയതി ജനുവരി 31 വരെ നീട്ടി. പ്രമുഖ കമ്പനികളുമായുള്ള സഖ്യങ്ങൾ സ്ഥാപിച്ച് പദ്ധതി വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായാണ് തീയതി നീട്ടിയതെന്ന് പ്രൊജക്ട് ഡയറക്ടർ. എറണാകുളം പെരുമ്പാവൂർ വല്ലം തൊടാപറമ്പ് കാവുംപറമ്പ് വഞ്ചിപ്പറമ്പ് റോഡിൽ ഗതാഗത നിരോധനം. നടപടി അറ്റകുറ്റപ്പണിയുടെ ഭാഗമായി. ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ ഒഴിവുള്ള 35 സീറ്റുകളിൽ PhD പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ജനുവരി 6 മുൻപ് ഓൺലൈനായി അപേക്ഷിക്കാം. റബ്ബർ പാലിൽ നിന്നുള്ള ഉൽപ്പന്ന നിർമ്മാണത്തിൽ റബ്ബർ ബോർഡ് പരിശീലനം നൽകുന്നു. റബ്ബർ പാൽ സംഭരണം, സാന്ദ്രീകരണം, ലാറ്റക്സ് കോമ്പൗണ്ടിംഗ്, ഉൽപ്പന്നങ്ങളുടെ രൂപകൽപ്പന, ഗുണമേന്മ നിയന്ത്രണം എന്നിവയിലുള്ള പരിശീലനം ജനുവരി 12 മുതൽ 16 വരെ കോട്ടയത്തെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിങ്ങിൽ നടത്തും. കാസർഗോഡ് IHRD മോഡൽ കോളേജിൽ കൊമേഴ്സ് അധ്യാപകരെ നിയമിക്കുന്നു. അഭിമുഖം ജനുവരി 5 കാഞ്ഞിരപ്പൊയിലെ കോളേജ് ഓഫീസിൽ. തൃശൂർ നാട്ടുക പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ OP ടിക്കറ്റ് സൗജന്യമാക്കി. പഞ്ചായത്ത് ഭരണസമിതിയുടേതാണ് തീരുമാനം. ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വരും. മാർ അത്തനേഷ്യസ് ട്രോഫി ദേശീയ ഇന്റർ സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റ് ഈ മാസം 4 മുതൽ 23 വരെ എറണാകുളം കാഞ്ഞൂർ പാറപ്പുറം എയിലി സ്പോർട്സ് ആൻഡ് കൾച്ചറൽ അക്കാദമിയിൽ നടക്കും. 16 ടീമുകൾ പങ്കെടുക്കും. കൊച്ചിൻ ഫിലിം സൊസൈറ്റിയും ചാവറ കൾച്ചറൽ സെന്ററും ചേർന്ന് പാപ്പ ബുക്ക എന്ന ചിത്രം പ്രദർശിപ്പിക്കുന്നു. ജനുവരി 5 വൈകിട്ട് 5:45 എറണാകുളം ചാവറ ഡോൾബി തിയേറ്ററിലാണ് പ്രദർശനം. ഡോക്ടർ ബിജു ദാമോദറാണ് സംവിധാനം. ആലപ്പുഴ മുഹമ്മ കൊച്ചനാകുളങ്ങര റെസിഡൻസ് അസോസിയേഷനും മൂവാറ്റുപുഴ പുനർജിത്ത് ആയുർവേദ ആശുപത്രിയും ചേർന്ന് ഈ മാസം 11 സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ആദ്യം പേര് രജിസ്റ്റർ ചെയ്യുന്ന 200 പേർക്ക് സൗജന്യമായി മരുന്നുകൾ വിതരണം ചെയ്യുമെന്ന് സംഘാടകർ. കെൽട്രോൺ എറണാകുളം നോളജ് സെന്ററിൽ ആരംഭിക്കുന്ന PGDCA, DCA, AI ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടെക്നോളജി കോഴ്സുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ. അവസാന തീയതി ജനുവരി 10. കണ്ണൂർ പാപ്പിനിശ്ശേരി EMS സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗം ഇംഗ്ലീഷ് അധ്യാപക ഒഴിവ്. അഭിമുഖം ഈ മാസം 5 സ്കൂളിൽ. ഇടുക്കി കാഞ്ചിയാറിലെ പള്ളിക്കവല പേഴുങ്കണ്ടം റോഡിൽ ഇന്നു മുതൽ ഗതാഗത നിയന്ത്രണം. അറ്റകുറ്റപ്പണിയുടെ ഭാഗമായുള്ള നിയന്ത്രണം 14 ദിവസത്തേക്ക്. സംസ്ഥാന സർക്കാരിന്റെ തൊഴിലാളി ശ്രേഷ്ഠ പുരസ്കാരത്തിന് അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി ജനുവരി 8. റെയിൽവേയിൽ ലെവൽ 1 ശമ്പള സ്കെയിലുള്ള തസ്തികകളിലേക്ക് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ജനുവരി 21 മുതൽ അപേക്ഷിക്കാം. ഗ്രൂപ്പ് D എന്ന പേരിൽ മുൻപ് അറിയപ്പെട്ടിരുന്ന തസ്തികകളാണ് ലെവൽ 1 ഉള്ളത്. ദേശീയ വാർത്തകളിലേക്ക്.
2012 പുണെ സ്ഫോടന പരമ്പര കേസിലെ പ്രതികളിൽ ഒരാൾ വെടിയേറ്റ് മരിച്ചു. ബണ്ടി ജഹാഗീർദാറാണ് അഹല്യാനഗർ ജില്ലയിലെ ശ്രീരാംപൂർ പട്ടണത്തിൽ വെച്ച് അജ്ഞാതന്റെ വെടിയേറ്റ് മരിച്ചത്. ആക്രമണത്തിന്റെ കാരണം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഗോവയിൽ തീപിടുത്തമുണ്ടായ നിശ ക്ലബ് നിർമ്മിച്ചത് നിയമവിരുദ്ധമായാണെന്നും ലൈസൻസ് ഇല്ലെന്നും മജിസ്റ്റീരിയൽ അന്വേഷണ റിപ്പോർട്ട്. ഡിസംബർ ആദ്യവാരമുണ്ടായ അപകടത്തിൽ മരിച്ചത് 25 പേർ. ഡൽഹിയിൽ വായു മലിനീകരണം രൂക്ഷമായി തുടരുന്നു. പലയിടത്തും വായു ഗുണനിലവാര സൂചിക അപകടകരമായ നിലയിൽ. ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം ദൃഢമാക്കുന്നതിന് നിർണായക പങ്കുവഹിച്ച നേതാവായിരുന്ന ഖാലിദ സിയ എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഖാലിദ സിയയുടെ വിയോഗം നികത്താനാവാത്ത ശൂന്യതയെന്നും നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ അനുശോചന കത്ത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ധാക്കയിലെത്തി BNP ആക്ടിംഗ് ചെയർമാൻ താരിഖ് റഹ്മാന് നേരിട്ട് കൈമാറി. പശ്ചിമബംഗാളിലെ SIR സംബന്ധിച്ച പരാതികൾ തള്ളി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. വ്യാജ പരാതി ഉന്നയിച്ച് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്താൻ ശ്രമമെന്ന വിമർശനം. വിശദീകരണം: SIR കരട് പട്ടികയിൽ പേരില്ലാത്തതിനെ തുടർന്ന് 2 പേർ ജീവനൊടുക്കിയ സംഭവത്തിൽ പോലീസ് കേസെടുത്തതിന് പിന്നാലെ 100 മില്ലിഗ്രാമിൽ കൂടുതൽ നിമേസുലൈഡ് അടങ്ങിയ ഗുളികകൾ നിരോധിച്ച് കേന്ദ്ര സർക്കാർ. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നടപടി. മധ്യപ്രദേശിലെ ഇൻഡോറിൽ മലിനജലം കുടിച്ച് 8 പേർ മരിച്ച സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടായെന്ന് സമ്മതിച്ച് മധ്യപ്രദേശ് മന്ത്രി കൈലാഷ് വിജയ് വർഗീയ. കുറ്റക്കാരെ വെറുതെ വിടില്ലെന്നും ഉത്തരവാദികളായവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും മന്ത്രി. മഹാരാഷ്ട്രയിലെ നാസിക്, സോളാപൂർ, അക്കൽകോട്ട് 6 വരി പാതയുടെ നിർമ്മാണത്തിന് കേന്ദ്ര മന്ത്രിസഭയുടെ അനുമതി. 19,142 കോടി രൂപയുടെ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ നാസിക്, അഹല്യാനഗർ, സോളാപൂർ തുടങ്ങിയ പ്രധാന നഗരങ്ങളിലേക്കുള്ള യാത്രാസമയം കുറയും. തമിഴ്നാട്ടിൽ IPS ഉദ്യോഗസ്ഥർക്ക് വ്യാപക സ്ഥലം മാറ്റം. 70 ഉദ്യോഗസ്ഥരെയാണ് സ്ഥലം മാറ്റിയത്. തമിഴ്നാട് തിരുച്ചിറപ്പള്ളി നഗരത്തിൽ ഹെവി വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. രാവിലെ 7 മുതൽ 9 മണി വരെ നഗരത്തിൽ പ്രവേശിക്കാൻ പാടില്ല. തുവക്കുടി, പഞ്ചപൂർ റോഡിലൂടെ വേണം ഈ സമയങ്ങളിൽ വാഹനങ്ങൾ സർവീസ് നടത്താൻ. തിയോസോഫിക്കൽ സൊസൈറ്റിയുടെ 150ാമത് ഇന്റർനാഷണൽ കൺവെൻഷൻ ചെന്നൈയിൽ തുടങ്ങി. ഇന്ത്യയിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നുമായി 700ഓളം പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. അടയാറിലെ സൊസൈറ്റി ക്യാമ്പസിൽ 4 വരെയാണ് കൺവെൻഷൻ. കർണാടകയിലെ ബുൾഡോസർ രാജിൽ കുടിയൊഴിപ്പിക്കപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ചു നൽകുന്നതിനെതിരെ BJP MLA. അനധികൃതമായി താമസമാക്കിയ കുടിയേറ്റക്കാർ ആരാണെന്നും വിഷയത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യമാണെന്നും മംഗളൂരു നോർത്ത് മണ്ഡലം MLA ഡോക്ടർ Y ഭരത് ഷെട്ടി. അനധികൃത കുടിയേറ്റക്കാർക്ക് പാർപ്പിടം അനുവദിച്ചതിനെതിരെ കോടതിയെ സമീപിക്കുമെന്നും ഭരത് ഷെട്ടി. അഹമ്മദാബാദിൽ നടു റോഡിൽ കൂട്ടത്തല്ല്. 30 പേരെ കസ്റ്റഡിയിലെടുത്ത് ഗുജറാത്ത് പോലീസ്. പ്രദേശത്ത് ഡ്രോൺ ഉപയോഗിച്ച് പോലീസ് നിരീക്ഷണം. തമിഴ്നാട്ടിൽ സർക്കാർ ജീവനക്കാർക്കുള്ള പെൻഷൻ പദ്ധതി സംബന്ധിച്ച പഠന റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചു. സർക്കാർ നിയോഗിച്ച 3-അംഗ പെൻഷൻ കമ്മിറ്റിയാണ് മുഖ്യമന്ത്രി MK സ്റ്റാലിന് റിപ്പോർട്ട് കൈമാറിയത്. ഡെറാഡൂണിൽ ലൈംഗികാതിക്രമ കേസിൽ ജിം ട്രെയിനർ പിടിയിലായത് ചന്ദ്രമണി ചൌക്കിന് സമീപമുള്ള ഫിറ്റ് ആൻഡ് ഫൈൻ ജിം ട്രെയിനർ നദീം അൻസാരി. പരാതി ഉയർന്നിട്ടും കേസെടുക്കാത്തതിൽ നേരത്തെ വലിയ പ്രതിഷേധമുയർന്നിരുന്നു. ഹരിയാനയിൽ അജയ് സിംഗാൾ IPS പുതിയ DGP. 1992 ബാച്ച് IPS ഉദ്യോഗസ്ഥനാണ്. പോലീസ് സേനയെ കൂടുതൽ മികവുറ്റതാക്കുമെന്ന് സ്ഥാനമേറ്റെടുത്ത ശേഷം അജയ് സിംഗാൾ. പശ്ചിമബംഗാളിലെ ആദ്യ വനിതാ ചീഫ് സെക്രട്ടറിയായി നന്ദിനി ചക്രവർത്തി നിയമിതയായി. മനോജ് പന്ത് IAS കാലാവധി പൂർത്തിയാക്കിയ ഒഴിവിലാണ് നിയമനം. തമിഴ്നാട്ടിൽ ചെക്ക് കേസിൽ MLA ശിക്ഷിച്ച ചെന്നൈ കോടതി. MDMK MLA സദൻ തിരുമലയെയാണ് 2 വർഷത്തെ തടവിന് ശിക്ഷിച്ചത്. ഡൽഹിയിൽ ഭർത്തൃപിതാവിനെ കൊലപ്പെടുത്തി യുവതി. ഗാർഹിക പീഡനമാണ് കൊലപാതകത്തിന് കാരണമെന്ന സൂചന. സ്വന്തം കുട്ടികൾ നോക്കി നിൽക്കെയായിരുന്നു കൊലപാതകം. നോക്കാം രാജ്യാന്തര വാർത്തകൾ. യുക്രൈൻ യുദ്ധത്തിൽ റഷ്യ വിജയിക്കുമെന്ന പുതുവത്സര സന്ദേശത്തിൽ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. യുക്രൈനിൽ പോരാട്ടം നടത്തുന്ന സൈനികരെ പിന്തുണയ്ക്കണമെന്നും പുടിൻ ആവശ്യപ്പെട്ടു.
ജപ്പാനിലെ നോഡ മേഖലയുടെ തീരത്ത് ഭൂകമ്പം 6.1 തീവ്രത രേഖപ്പെടുത്തി 30 പേർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ട്. 90,000 പേരെ മാറ്റിപ്പാർപ്പിച്ചു. ഇറാനിൽ വിലക്കയറ്റം, നാണയപ്പെരുപ്പം എന്നിവയ്ക്കെതിരായ പ്രതിഷേധം കത്തുന്നു. ഇറാന്റെ തെക്കൻ നഗരമായ ഫസയിൽ സർക്കാർ കെട്ടിടത്തിന് നേരെ ആക്രമണം. 3 പോലീസുകാർക്ക് പരിക്കേറ്റു. വെനസ്വേലയുടെ പരിസരത്ത് നിന്ന് 2 ആഴ്ചയായി അമേരിക്ക പിന്തുടരുന്ന ഓയിൽ ടാങ്കറിന് മുകളിൽ റഷ്യൻ പതാകയുടെ ചിത്രം പ്രത്യക്ഷപ്പെട്ടെന്ന റിപ്പോർട്ട്. വിഷയത്തിൽ റഷ്യൻ ഇടപെടൽ സംശയിക്കുന്നതായി US. ജർമ്മനിയിലെ ഗെൽസൺ കിർഷനിൽ നടന്ന ബാങ്ക് കൊള്ളയിൽ പ്രതികൾക്കായി അന്വേഷണം ഊർജിതം. 30 മില്യൺ യൂറോ കൊള്ളയടിച്ചെന്ന് സ്ഥിരീകരണം. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം. റഷ്യയുടെ ഏറ്റവും പുതിയ ഹൈപ്പർസോണിക് മിസൈലായ ഒരേഷ്നിക് സഖ്യരാജ്യമായ ബെലാറസിൽ വിന്യസിച്ചു. ആണവായുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള മിസൈലുകൾ അയൽരാജ്യമായ ബെലാറസിൽ യുദ്ധസജ്ജമായി കഴിഞ്ഞെന്ന് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം. ട്രക്കിൽ ഘടിപ്പിച്ച മിസൈലുകൾ ബെലാറസിലേക്ക് എത്തുന്നതിന്റെ വീഡിയോയും റഷ്യ പുറത്തുവിട്ടു. ഗസയെ വീണ്ടും വരിഞ്ഞു മുറുക്കാൻ ഇസ്രയേൽ. ഗസയിലേക്ക് മനുഷ്യാവകാശ സഹായങ്ങൾ എത്തിക്കുന്ന 30-ലധികം സംഘടനകളെ ഇസ്രയേൽ തടഞ്ഞു. മികച്ച നിലവാരത്തിൽ ഓഹരി വിപണി 2025 യാത്ര പറഞ്ഞു. നിഫ്റ്റി 26,100-ലും സെൻസെക്സ് 500-ലുമാണ് ക്ലോസ് ചെയ്തത്. വോഡഫോണിനും ഐഡിയയ്ക്കും 5 വർഷത്തേക്ക് മൊറട്ടോറിയം പ്രഖ്യാപിച്ച കേന്ദ്രം. കമ്പനി ആവശ്യപ്പെട്ടത് പ്രകാരം AGR ബാധ്യതയിൽ ഇളവ് നൽകുന്നത് പരിഗണിച്ചുകൂടെയെന്ന് സുപ്രീം കോടതി ചോദിച്ചതിനെ തുടർന്നാണ് മൊറട്ടോറിയം പ്രഖ്യാപിക്കാൻ കേന്ദ്രം തീരുമാനിച്ചത്. അസ്ഥിരത സ്വാഭാവിക സംഭവമായി മാറിക്കഴിഞ്ഞതായി ടാറ്റ ഗ്രൂപ്പ് ചെയർമാൻ നടരാജൻ ചന്ദ്രശേഖരൻ. തൊഴിലാളികൾക്ക് എഴുതിയ പുതുവത്സരക്കുറിപ്പിലാണ് ചന്ദ്രശേഖരൻ മനസ്സ് തുറന്നത്. 2026 പ്രവേശിച്ചപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ധനക്കമ്മി 9,70,000 കോടി രൂപയെന്ന് കണക്കുകൾ. രാജ്യത്തിന്റെ മൂലധന ചെലവ് 28% വർദ്ധിച്ചതായി റിപ്പോർട്ട്. സമരത്തെ തുടർന്ന് ഡെലിവറി തൊഴിലാളികൾക്ക് ഇൻസെന്റീവ് വർദ്ധിപ്പിച്ച് കമ്പനികൾ. സ്വിഗ്ഗി, സൊമാറ്റോ, ബ്ലിങ്കിറ്റ്, ഇൻസ്റ്റമാർട്ട്, സെപ്റ്റോ എന്നീ കമ്പനികളാണ് ഇൻസെന്റീവ് വർദ്ധിപ്പിച്ചത്. കായിക വാർത്തകളിലേക്ക്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇന്ന് വമ്പൻ പോരാട്ടങ്ങൾ. രാത്രി 11 മണിക്ക് നടക്കുന്ന മത്സരത്തിൽ ക്രിസ്റ്റൽ പാലസ് ഫുൾഹാമിനെയും ലിവർപൂൾ ലീഡ്സിനെയും നേരിടും. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ വിജയക്കുതിപ്പ് തുടരാൻ മാഞ്ചസ്റ്റർ സിറ്റി. നാളെ പുലർച്ചെ 1:30 നടക്കുന്ന മത്സരത്തിൽ എതിരാളികൾ സണ്ടർലാൻഡ്. ടോട്ടൻഹാം ബ്രെൻഫോർഡ് പോരാട്ടവും നാളെ. സ്പാനിഷ് ലീഗിൽ റയൽ മാഡ്രിഡിന് വൻ തിരിച്ചടി. സൂപ്പർ താരം കിലിയൻ എംബാപ്പയ്ക്ക് പരുക്ക്. 3 ആഴ്ചത്തെ വിശ്രമം വേണ്ടിവരുമെന്ന് ഡോക്ടേഴ്സ്. ബ്രസീലിയൻ ഫുട്ബോൾ ഇതിഹാസം റോബർട്ടോ കാർലോസിനെ ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. താരത്തെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി. ആഫ്രിക്കൻ നേഷൻസ് കപ്പിൽ ഐവറി കോസ്റ്റിന് ജയം. ആവേശകരമായ മത്സരത്തിൽ ഗാബോണിനെ 2-3 ഗോളിന് തോൽപ്പിച്ചു. ആഫ്രിക്കൻ നേഷൻസ് ലീഗിൽ വിജയക്കുതിപ്പ് തുടർന്ന അൾജീരിയ ഇക്വറ്റോറിയൽ ഗ്വിനിയയെ 1-3 ഗോളിന് തോൽപ്പിച്ചു. സുഡാനെ തോൽപ്പിച്ച ബുർക്കിനോ ഫാസോ. പോർച്ചുഗീസ് താരം ജാവോ കാൻസലോ ഉടൻ അൽ ഹിലാൽ വിട്ടേക്കുമെന്ന് റിപ്പോർട്ട്. താരത്തെ നോട്ടമിട്ട് ഇന്റർ മിലാനും ബാഴ്സലോണയും. ആഴ്സണലിനെതിരായ പ്രീമിയർ ലീഗ് മത്സരത്തിലെ പരാജയത്തിന് പിന്നാലെ ആഴ്സണൽ ആരാധകരുമായി കൊമ്പുകോർത്ത് ആസ്റ്റൺ വില്ല ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ്. മത്സരത്തിൽ ആഴ്സണൽ 4-1 ജയിച്ചിരുന്നു. വിജയ് ഹസാരെ ട്രോഫിയിൽ പുതുച്ചേരിക്കെതിരെ കർണാടകയ്ക്ക് 67 റൺസിന്റെ തകർപ്പൻ ജയം. മലയാളി താരം ദേവദത്ത് പടിക്കലിന്റെ സെഞ്ചുറി തുണയായി. വിജയ് ഹസാരെ ട്രോഫിയിലും മോശം ഫോം തുടർന്ന് ഋഷഭ് പന്ത്. ഒഡീഷയ്ക്കെതിരായ മത്സരത്തിൽ താരത്തിന് നേടാനായത് 24 റൺസ് മാത്രം. ഡൽഹിക്ക് വൻ തോൽവി. 2026 ഫിഫ ഇന്റർനാഷണൽ മാച്ച് ഒഫീഷ്യൽമാരുടെ പട്ടികയിൽ ഇടം പിടിച്ച് 5 ഇന്ത്യക്കാർ. ഗുജറാത്ത് സ്വദേശി രചന കമാനി, പുതുച്ചേരി സ്വദേശി അശ്വിൻ കുമാർ, ഡൽഹി സ്വദേശി ആദിത്യ ഉർഗേസ്ത എന്നിവർ ഫിഫ വനിതാ പുരുഷ റഫറിമാരുടെ പട്ടികയിൽ ഉൾപ്പെട്ടു.
മഹാരാഷ്ട്ര സ്വദേശി പീറ്റർ ക്രിസ്റ്റഫർ, പുതുശ്ശേരി സ്വദേശി മുരളീധരൻ പാണ്ഡുരംഗൻ എന്നിവരെ അസിസ്റ്റന്റ് റഫറിമാരായും ഉൾപ്പെടുത്തി. ഇനി കലാസാംസ്കാരിക സിനിമാ വാർത്തകൾ. ബോളിവുഡ് ചിത്രം ബോർഡർ 2വിലെ ഹിറ്റ് പാട്ടായ ഘർ കബ് ആവോഗെ എന്ന ഗാനം സന്ദേശേ ആത്തെ ഹെ എന്ന പാട്ട് കോപ്പിയടിച്ചതാണെന്ന ആരോപണം. പ്രസിദ്ധ സംഗീത സംവിധായകൻ അനു മാലിക്കാണ് ആരോപണവുമായി രംഗത്തെത്തിയത്. ബോളിവുഡ് ഹിറ്റ് സിനിമ സാജൻ പുറത്തിറങ്ങി 34 വർഷങ്ങൾക്കിപ്പുറം സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായി. സൽമാൻ ഖാനും സഞ്ജയ് ദത്തും മാധുരി ദീക്ഷിതും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം. ലോറൻസ് ഡിസൂസ സംവിധാനം ചെയ്ത ചിത്രം സാജൻ പുറത്തിറങ്ങിയത് 1991-ലാണ്. വിവാദങ്ങളിൽ നിറഞ്ഞ വർഷമാണ് 2025 ബോളിവുഡ് താരം വിവേക് ഒബ്രോയ്. ഏറ്റവും പുതിയ സിനിമയായ മസ്തി 4 സിനിമയുമായി ബന്ധപ്പെട്ട് നൽകിയ അഭിമുഖങ്ങളാണ് ഒടുവിൽ വിവാദമായത്. രൺവീർ സിംഗ് ചിത്രമായ ധുരന്ധറിന്റെ വിജയം ആഘോഷിച്ച ദീപിക പദുക്കോൺ ന്യൂയോർക്കിലെ റെസ്റ്റോറന്റിൽ വെച്ചാണ് രൺവീർ സിംഗിനൊപ്പം സിനിമയുടെ വിജയം ആഘോഷമാക്കിയത്. ബാല്യകാലത്തെ സ്കൗട്ട് യൂണിഫോമിലുള്ള ചിത്രം പങ്കുവെച്ച അമിതാഭ് ബച്ചൻ സ്കൂളിൽ പഠിക്കുമ്പോൾ നേടിയ സമ്മാനവുമായാണ് ചിത്രത്തിൽ കുഞ്ഞ് ബച്ചൻ നിൽക്കുന്നത്. തമിഴ് സിനിമയ്ക്ക് ഏറ്റവും അധികം കാഴ്ചക്കാരെ ലഭിച്ച വർഷമായി 2025. 285 സിനിമകളാണ് ഇത്തവണ തമിഴിൽ റിലീസ് ചെയ്തത്. 2024 44 സിനിമകളാണ് ഈ വർഷം അധികമായി ഇറങ്ങിയത്. ഇത് തമിഴ് സിനിമയിലെ റെക്കോർഡാണ്. സംഗീത പ്രതിഭ AR റഹ്മാൻ അഭിനയത്തിലേക്ക്. പ്രഭുദേവയ്ക്കൊപ്പമുള്ള പുതിയ ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതായാണ് റിപ്പോർട്ട്. അസമിൽ അനധികൃത കുടിയേറ്റക്കാരായ ബംഗ്ലാദേശ് പൗരന്മാരെ നാട് കടത്തിയെന്ന അവകാശവാദത്തോടെ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ട്. അസമിലെ ദുബ്രിയിൽ നടന്ന മതചടങ്ങിനിടെയുള്ള വീഡിയോയാണ് എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുന്നത്. ലേറ്റസ്റ്റ് ന്യൂസ്. വെനസ്വേലൻ എണ്ണ കൊണ്ടുപോകുന്ന ടാങ്കറുകൾക്ക് മേൽ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തി US. 4 എണ്ണ കമ്പനികൾക്ക് കൂടി ഉപരോധം പ്രഖ്യാപിച്ചു. വെനസ്വേലയിൽ നിന്ന് എണ്ണ കൊണ്ടുപോകുന്ന 6 കപ്പൽ കമ്പനികളെയും 6 കപ്പലുകളെയും അമേരിക്ക നേരത്തെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു. വ്ളാദിമിർ പുടിന്റെ വസതിക്ക് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് റഷ്യ. ഡ്രോണുകൾ വെടിവെച്ചിടുന്നതും ദൃശ്യങ്ങളിൽ കാണാം. ആക്രമണത്തിന് പിന്നിൽ യുക്രൈനെന്ന് ആവർത്തിച്ചു റഷ്യ. സിറിയയിലെ ആലപ്പോയിൽ നടന്ന ചാവേർ ആക്രമണത്തിൽ ഒരു സുരക്ഷാ സേനാംഗം കൊല്ലപ്പെട്ടു. 2 പേർക്ക് പരിക്ക്. ആക്രമണത്തിന് പിന്നിൽ ആരെന്ന് കണ്ടെത്താൻ അന്വേഷണം ഊർജിതം. വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി 18 കംബോഡിയൻ സൈനികരെ മോചിപ്പിച്ച് തായ്ലൻഡ്. മോചനം 155 ദിവസത്തിന് ശേഷം. യുക്രൈന്റെ ഭാവിക്ക് ഭീഷണിയാകുന്ന ദുർബലമായ സമാധാന പദ്ധതി അംഗീകരിക്കില്ലെന്ന് പുതുവത്സര സന്ദേശത്തിൽ യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി. പ്രതികരണം യുദ്ധം വിജയം കാണുമെന്ന കാര്യത്തിൽ ആത്മവിശ്വാസമുണ്ടെന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ പ്രതികരണത്തിന് പിന്നാലെ ഇപ്പോൾ കിട്ടിയത്. ന്യൂയോർക്ക് മേയറായി ഇന്ത്യൻ വംശജനായ സുഖ്ദാൻ മംദാനി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ചടങ്ങുകൾ നടക്കുന്നത് 2 ഘട്ടമായി. ആദ്യ സത്യപ്രതിജ്ഞ മാൻഹട്ടനിലെ മുൻ സിറ്റി ഹാൾ സബ്വേ സ്റ്റേഷനിൽ. ഇതോടെ 100 ന്യൂസ് പൂർണ്ണമാകുന്നു.